ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൺ. ഈ ചൂട് കാലത്ത് നമുക്ക് എന്തെങ്കിലും തണുത്തത് കഴിക്കാനും കുടിക്കാനൊക്കെ തോന്നുമല്ലേ? അപ്പോൾ ഇതാ പച്ച വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഐസൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ഇനി വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ മാങ്ങയാണെങ്കിൽ ഒരു 2 മാങ്ങയൊക്കെ എടുക്കാം. ഇത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്, ഒരുപാട് പുളിയൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം പുളിയുള്ള മാങ്ങ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നല്ലവണ്ണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലവണ്ണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരട്ടെ. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 200 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മധുരം നോക്കുമ്പോഴത്തേക്കും മധുരം അല്പം ഒന്ന് മുന്തി നിൽക്കണം, എന്നാലേ ഇത് ഐസാക്കി കഴിയുമ്പോഴത്തേക്കും അതിന് മധുരമൊക്കെ നമുക്ക് തോന്നിക്കത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് മധുരം കൂടുതലിടുന്നതാണ് ബെറ്റർ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. മാങ്ങയൊക്കെ ഞാനിപ്പോൾ ഇവിടെ നല്ല സ്മൂത്താക്കി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ചെറിയ ഹോളുള്ള സ്ട്രെയിനർ ഉപയോഗിക്കാൻ ശ്രമിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് തീർത്തും ഓപ്ഷണലാണ്. ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഐസ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മോൾഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്കാണെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതേപോലെ ഐസ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. എല്ലാ മോൾഡിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. ഇനി നിങ്ങൾ ഗ്ലാസ്സിലാണ് ഐസ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതേപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഈ സ്റ്റിക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊരു 6 മണിക്കൂറോളം ഫ്രീസറിൽ വെക്കാം. ഇവിടെ ഇപ്പോൾ 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഐസ് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ വിട്ടിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഈ വെള്ളത്തിൽ കുറച്ചിരുന്ന് മുക്കിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മോൾഡിൽ നിന്ന് വിട്ടു പോന്നോളും. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പച്ചമാങ്ങയുടെ പുളിപ്പും കുറച്ച് മധുരവും പിന്നെ പുതിനയിലയുടെ ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഐസിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഒന്ന് അറിയിച്ചേക്കണേ. എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.